അപ്പൊ നമുക്ക് ഡിസ്കോഡ് ട്രോൾസ് കാണാം. Now people will be using this pose. This they was introduced to this boys. പണ്ടത്തെ സാധനമാണ് നമ്മുടെ സൂപ്പർ ബോയ്. ഓർമ്മയുണ്ടോ? എംഎസ് കളിക്കണം നോക്കാം, കളിക്കുന്നെങ്കിൽ കളിക്കാം. കുറച്ച് നമുക്ക് ഡിസ്കൗണ്ട് റോൾസ് നോക്കാമല്ലോ നോക്കാം. നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളി തലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമാ താനെ വലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളോരാ ചേലപ്പും വെറ്റില ചെല്ലത്തിലോ ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ വിഴി പോട്ട് മാറി ചോടി ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമലിൻ ചിരിയോടെ കൊഞ്ചി കളിയാടി വളരെ വളരെ. നന്നായിട്ട് അഭിനയിക്കുന്നു. റിപ്പർ ജയൻ ഡയറക്റ്റഡ് ബൈ ഭരത് കൃഷ്ണ. കമ്മിങ് സൂൺ. റിപ്പർ ജയൻ ഒക്കെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് കേട്ടാ. അണ്ണാ ന്യൂ വർക്കാണ്. കൊള്ളാടാ, നൈസ്. ഇത് എനിക്ക് തരുവോടാ? ഇത് എനിക്ക് തരുവോ? ഞാൻ എന്റെ ഗെയിമിംഗ് റൂമിൽ വെച്ചോളാം. അവന് പൈസ കൊടുക്കണമായിരിക്കും ഇല്ലേ? ഞാൻ തരാടാ, ഞാൻ ഇത് മേടിച്ചോളാടാ. നീ റേറ്റ് എത്രന്ന് വെച്ചാ പറഞ്ഞു, ഞാൻ നിനക്ക് ആ റേറ്റ് ഞാൻ മേടിച്ചോളാം. ഇത് സെലസ്റ്റിയൽ ആർട്സ്. കൊള്ളാം 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 കൊള്ളാം. അണ്ണാ എനി only solution for overheating. ഇതെന്ത് CPU fully split ചെയ്ത് വെച്ചിരിക്കുന്നു. Welcome back, sir. All systems for gaming will be prepared in a few minutes. For now, feel free to grab a cup of coffee and have a good day. ഇതൊക്കെ എന്തൊക്കെ സാധനമാണ് ഇതൊക്കെ? ക്യാബിനറ്റ് വാൾ എടുത്ത് വെച്ചിരിക്കുന്നു. 10 hours എടുത്ത് വരച്ചത് എങ്ങനെയുണ്ട്? കൊള്ളാമോ? റെഫറൻസ് ഡ്രോയിങ്. ഓ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നല്ലോ. ഇത് നൈസാണ്, അടിപൊളിയാണ് അടിപൊളിയാണ്. ഇത് ഞാൻ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അച്ചു എടാ, ഇത് ബ്ലെൻഡർ ആണെന്ന് തോന്നുന്നു കേട്ടാ. ഇത് ബ്ലെൻഡർ ആണെന്ന് തോന്നുന്നു. ഇത് എനിക്ക് വേണ്ടിട്ട് ബ്ലെൻഡർ ആണെന്ന് തോന്നുന്നു കേട്ടാ. ഇത് അതെ 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 അതെ. ഇത് ഒറിജിനൽ അല്ല, ഇത് ബ്ലെൻഡറാ. ഇത് ബ്ലെൻഡർ ആണ് സാധനം. ഇത് ഒറിജിനൽ അല്ല. ഇത് ബ്ലെൻഡർ അല്ലെന്നോ? നോ 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 റിയൽ. എനിക്ക് പക്ഷെ ഈ വണ്ടി കണ്ടിട്ട് നോക്കി, ഈ ലൈറ്റിംഗ് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്നു. ചുമ്മാ എഡിറ്റ് ചെയ്ത പോലെ ഇരിക്കുന്നു. അത് റിയൽ ആണെന്ന് പറയണ അവര്. എടേ, അത് റിയൽ ആണോ? ആക്ടിങ്, ലിവിങ്. ഇന്നലെ കൂടി സാറിന്റെ കാര്യം പറഞ്ഞിട്ട് കിടക്കാൻ പോയത്. ഇത് തന്മാത്രയല്ലേ പടം? എന്റെ പൊന്നോ.
അയ്യോ എന്ത് പടമല്ലേ ഇത്. ഇതുപോലെ 2 പടം വേറെ ഉണ്ട്. മമ്മൂട്ടിയുടെ 2 പടമുണ്ട് ഇതുപോലെ. മമ്മൂക്കയുടെ തന്നെ മറ്റേ ഏതായിരുന്നു, മറ്റേ നസ്രിയ മോളായിട്ടുള്ള പടം ഉണ്ടല്ലോ, പളുങ്കോ. അത് പളുങ്കാണോ അത്? അല്ലെ ഞാൻ ഇപ്പൊ 2 മിനിറ്റ് തരാവേ. പളുങ്കാണോ അത്? പളുങ്കൊണ്ട് ഒരെണ്ണം, കാഴ്ച. പിന്നെ അത് പഴയ കാഴ്ചയില്ലേ മറ്റേത്, രാപ്പകലല്ല മറ്റേ, അയ്യോ ആ പടത്തിന്റെ പേര് കാഴ്ചയാണോ? കാഴ്ചയും പിന്നെ അതുപോലെ മറ്റേ വേറൊരു പാടല്ലേ, ഒരു മമ്മൂട്ടി ഒരു ചെറുക്കനെ ഇതായിട്ട് കിട്ടുന്നേ, അല്ല മമ്മൂട്ടിക്ക് ഒരു ചെറുക്കനെ കളഞ്ഞു കിട്ടിയിട്ട് ലാസ്റ്റില് അവനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോണേ, മറ്റൊരു പടം ജുഗുനൂരേ അതേത് പടമാണ്? അതാണ് കാഴ്ച. അപ്പൊ നസ്രിയ മോളായിട്ട് വരുന്ന വേറൊരു പടം ഉണ്ടല്ലോ, അതേത് പടമാണ്? അത് 2 ഒന്നാണ്. അല്ലല്ല, നസ്രിയ മോളായിട്ട് വരുന്നൊരു പടമുണ്ട്, പളുങ്കാന്റെ കാഴ്ച. ഓക്കെ ശരി. അത് രണ്ടും ഈ സെയിം ജോണറിൽ വരുന്ന ഭയങ്കര ഒരു വിഷയം പടമാണ് 2. എൻ്റെ അമ്മോ, അത് കാണണം അത്. അണ്ണാ ഇത് വരച്ച ആൾക്ക് ഡിസ്കോഡ് ഉണ്ടോന്ന് അറിയില്ല, എന്നെ ടാഗ് ആക്കിയിട്ടുണ്ട്, ഇവിടെ ഷെയർ ആക്കുന്നു മേബോൺ. എടാ ഇത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ മെസ്സേജ് അയച്ചു, വിനീതാണെന്ന് തോന്നുന്നു, ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗോട്ട് ബെറ്റർ എന്നോ കടയാടി 2K. അണ്ണാ ന്യൂ സീരീസ് ആണ്, കണ്ടു നോക്ക്. ആലപ്പുഴ കടപ്പുറത്ത് ഒരു ആശുപത്രിയുണ്ട്, എ ബീച്ച് ഹോസ്പിറ്റൽ ഫോർ വുമൺ ആൻഡ് ചിൽഡ്രൻ. 1980 മുതൽ 85 വരെയുള്ള 6 വർഷങ്ങളിൽ പല സമയങ്ങളിലായി അവിടെ നടന്ന 1000-ലധികം പ്രസവങ്ങളിലെ 1000-ലധികം കുഞ്ഞുങ്ങളെ സാറ പരസ്പരം വെച്ചുമാറ്റി. കഴിഞ്ഞ 12 വർഷങ്ങളായി മറ്റൊരാളും അറിയാതെ മറച്ചു വെച്ചതാണ്. അയ്യോ എന്ത് ത്രെഡാ അത്, എന്റെ അമ്മോ. വിത്തൗട്ട് എനി റിമോഴ്സ്, കുറ്റബോധത്തിന്റെ തരി പോലുമില്ലാത്ത ഏറ്റുപറച്ചിൽ. 1000 ബേബീസോ? അതെന്ത് ത്രെഡാണല്ലേ. നിങ്ങളൊക്കെ കണ്ടോ? കിടിലം സീരീസ് ആണ്, കിടിലമാണ്, കണ്ടു നോക്കുന്നത്. ആണോ? കണ്ടു നോക്കാം. എടാ കാണാടാ, ഞാൻ കണ്ടില്ല. ഇത് കൊള്ളാം, ഞാൻ അറിഞ്ഞില്ല ഏട്ടാ. എടാ ഇവിടുത്തെ ഹോട്ട്സ്റ്റാറിൽ ഒന്നുമല്ല. എടാ നിന്റെ ഹോട്ട്സ്റ്റാർ ഉണ്ടോ? അല്ല ഹോട്ട്സ്റ്റാർ സ്ട്രീം ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഡിസ്കോഡില്. ഇല്ല ചെയ്യാൻ പറ്റൂല. ഇല്ല ബിഗ് ബോസ് സ്ട്രീം ചെയ്യാൻ പറ്റും. അപ്പൊ അത് പറ്റുമല്ലോ. ഡിസ്കോഡ് സ്ട്രീം ചെയ്യാൻ പറ്റുമോ ഹോട്ട്സ്റ്റാർ? ഡിസ്കോഡിൽ ചെയ്യാൻ പറ്റും. ബിഗ് ബോസ് ഒക്കെ സ്ട്രീം ചെയ്യാൻ പറ്റും. ലൈവ് മാത്രം തന്നെ സ്ട്രീം ചെയ്യാൻ പറ്റൂല. ആണോ? പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം കേട്ടാ. സെറ്റ്. ഓക്കെ. വാട്ട് ഡു യു ഹിയർ? എടാ ഇതിൽ ഏത് ഓപ്ഷൻ വായിച്ചാലും അത് കേൾക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എടാ നീ ഇപ്പൊ നിക്ക് 49 എന്ന് മനസ്സിൽ വിചാരിക്കും എല്ലാരും. 49. ഇപ്പൊ 94 എന്ന് വിചാരിക്കും. 94. അല്ലേ എനിക്ക് ഐഫോൺ തന്നെ കേൾക്കുന്നേ. ഐഫോൺ ഇപ്പൊ ഐഫോൺ എന്ന് വിചാരിച്ചു. ഐഫോൺ. ഫോർട്ട്നൈറ്റ് എല്ലാം സെയിം ആയിട്ടാണോ കേൾക്കുന്നേ? എന്റെ കമന്റ് വായിക്കേ. ലെക്സസ് ഗെയിമിംഗ് വായിച്ചടാ. നിന്റെ കമന്റ് വായിക്കാനുള്ള കമന്റ് ആണോ നീ വായിക്കാൻ പറഞ്ഞേ? എനിക്ക് ഐഫോൺ മാത്രമാണെന്നോ? എനിക്ക് മാത്രമാണോ കേൾക്കുന്നേ? ഞാൻ പറയട്ടെ. എനിക്ക് ഐഫോണും ഫോർട്ട്നൈറ്റും ആണോ? ഓക്കെ. നാളെ അവന് പണിയില്ലാണ്ട ഇവിടെ ഹെയർ കോൺഫിഡൻസ്. ഇവിടെ ആരും നോക്കും. അവനെന്തിനാ എന്നെ നോക്കുന്നു? എന്നെ ഞാൻ നോക്കിയോളാം. പിന്നെ അവന് പണിയില്ലെങ്കിൽ അവനെയും ഞാൻ നോക്കും. എനിക്ക് പറ്റില്ലെന്ന് പപ്പി തോന്നുന്നു. ഒരാവേശത്തിന് പറഞ്ഞത് ആ പണിയെടുത്ത് ഊപ്പാടളകിയെന്ന്. എന്റെ പൊന്നു പെൺപിള്ളേരെ ഇപ്പോഴത്തെ ആമ്പിള്ളേരോടൊന്നും ഇങ്ങനെ പറയരുത്. പണ്ടത്തവർക്കൊക്കെ ഒരു ചെറിയ മനസാക്ഷിയെങ്കിലും ഉണ്ടാവും. അവര് പിന്നെ പോകും. ഇത് രാവിലെ BGM ഒക്കെ എന്നെ പോലെ PC ഒക്കെ ഓണാക്കി നീ പണിയെടുത്തോളാന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് PC ഒക്കെ ഓണാക്കി ഒരു RP ഒക്കെ കണ്ട് ഡിസ്കോഡ് റോൾസ് ഒക്കെ കണ്ട് വാലോറന്റ് ഒക്കെ കളിച്ച് അവിടെ അങ്ങ് ഇരിക്കും. അവിടെ അങ്ങ് കൂടും. ഈ ഡയലോഗൊന്നും ഇപ്പഴല്ല, ഇതൊക്കെ 5-10 വർഷം മുമ്പേ പറയാൻ പോരുത്. ഇതൊക്കെ ഇപ്പൊ പറഞ്ഞ തീർന്നു. മീ
കൊറേ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ? ഇത് എനിക്ക് തോന്നുന്നു മാലുവാന്ന് തോന്നുന്നു കേട്ടോ ഇത് ഡിസ്കോഡിൽ ഇട്ടത്. ഇത് മാലു ഇട്ടത്. ഇത് മാലുവാണ് കൊണ്ടിട്ടത്. ഇത് മാലു ഇട്ടതാണ് ഉറപ്പ്. ഇത് ഒരു സംശയം വേണ്ട. ഇത് മാലു കൊണ്ടിട്ടതാണ്. ഇത് ബെന്നി ഉദ്ദേശിച്ചിട്ട സാധനമാണിത്. Excuse me. Yes. You work here? I own the place. You own the place? Yes. Nice to meet you, brother. Sorry, brother. What do you have? We have a lot of things. Koenigsegg Regera, full carbon, and we have here 110 anniversary Bugatti Chiron, 20 piece. 20 pieces on. Here we have the full carbon. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളൊക്കെ വെറും എന്നുവെച്ചോ ഏറ്റവും അശുകളാണെന്ന് നമുക്ക് തോന്നിപ്പോണത്. സത്യം പറയും ഇതൊക്കെ കാണുമ്പോ നമ്മൾ വെറും ഊമ്പന്മാരായിട്ട് തോന്നണോ എനിക്ക്. ഈ കാറിന്റെയൊക്കെ വില കാണുമ്പോ സത്യം പറയാം എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. നമ്മളൊക്കെ എവിടെ നിൽക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇവരൊക്കെ ഓരോന്നിന്റെ വില പറയണ കേൾക്കണം. വാച്ചിന്റെയും കാറിന്റെയും ഒക്കെ നമ്മൾ ആയുഷ്കാലം മൊത്തം മറ്റേ പണിയെടുത്താൽ പോലും മറ്റേ കിട്ടൂല ഇതൊന്നും. Carbon, the normal Chiron, the SP1. Wow. Couple of competiciones. In the back? Yeah, TDF. And in the front you have two LaFerrari Aperta. YZ 918, V1, full carbon. Another TDF, so 3 total TDF. Is there anything which you don't have? A poor man car? Maybe. Here is the contact. ഈ എന്റെ ഗരാജ് എത്ര കോടി രൂപ ഉണ്ടാവുമല്ലേ? Look at this. Black color. I think you like Ferraris, don't you? Another Aperta. കമ്പാരിസൺ ഇസ് ദ കില്ലർ ഓഫ് ജോയ്. സത്യമാണ്. അത് സത്യമാണ്. And here you have the 3765 LT, new Cullinan, Perasangue. How much is this bad boy? 3 million. SLR, F8, 812 GTS, the new V10, Lamborghini Huracan for the desert, some pistas, Spider, pistas normal. So you don't like to have one. If it's limited, you want to have all the limited cars. I love to deal with limited. എനിക്കിതൊന്നും കാണാൻ വയ്യടാ. സത്യമായിട്ട് എനിക്കതൊന്നും കാണാൻ വയ്യ. ഇതെന്താ? എനിക്ക് ന്യൂഡൽഹിയിലെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയത് അവൾക്ക് ഒരു പുതിയാപ്പിളയുണ്ട്. എനിക്ക് എടാ ഈ പുതിയാപ്പിള എന്ന് പറഞ്ഞ എന്തുവാ? രഘുലേ ഹലോ ഇതൊന്ന് മ്യൂട്ടായി എനിക്ക് അറിഞ്ഞൂടെ? എനിക്ക് ഹസ്ബൻഡിനാണോ അങ്ങനെ പറയണേ? ജീവിതത്തിലൊരു ഇങ്ങനെയുള്ള ഒരു ജീവിത പങ്കാളികളാണ് ഏറ്റവും വലിയ മഹാമനസ്കർ. അവരാണ് മനുഷ്യത്വ സ്നേഹം കണ്ടെത്തുന്നത്. ഇത് പക്ഷേ ചില നമ്മൾ പെണ്ണ് കാണാൻ പോയിട്ട് കണ്ണങ്ങോട്ടിരിക്കുന്നു മുകളിങ്ങോട്ടിരിക്കുന്നു നടക്കുന്നു എന്നൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നോക്കുന്ന പുരുഷന്മാരായി ഈ നാട്ടിലുള്ളത്. കാരണം നിറം പോരാ, വണ്ണമില്ല, കണ്ണില്ല, മൂക്കില്ല, എന്തെല്ലാം വണ്ണയില്ല. ഇവരിതൊന്നും പ്രശ്നമായിരുന്നില്ല. അവളുടെ മനസ്സാണ് അവൻ കണ്ടത്. സത്യല്ലേ? എന്റെ കല്യാണം ഈ അടുത്താണ് കഴിഞ്ഞത്. ഞാൻ നിങ്ങളെ ആളോട് ഇടയ്ക്ക് ചോദിക്കും, നല്ല കയ്യും കാലും ഉള്ള പെൺകുട്ടീനെ കെട്ടിയപ്പോ ഒരു വെറുതെ എന്തിനാ റിസ്ക് എടുത്ത് എന്നെ തന്നെ കെട്ടിയെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഈ ജനറേഷനിലൊക്കെ ഇങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോടാ. എന്റെ പൊന്നോ, സാജി പറയാറുള്ളത് എന്റെ കൂടെ നിൽക്കുമ്പോ എന്റെ കയ്യില്ല തോന്നാറില്ല. റെസ്പെക്ട് ബ്രോ, റെസ്പെക്ട്. പക്ഷെ എന്റെ പൊന്നോ, അല്ലേ? സത്യം. വിഷയം കൊള്ളാം. ഇത് ഫുൾ റീൽ ഇവിടെ കൊണ്ടിടല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയ റീലൊക്കെ ഞാൻ എങ്ങനെ ഇരുന്ന് കാണും? സൈക്കോ തന്ത ഇത് നമ്മളെ കണ്ട ഇവനെന്തിനു പറ്റിയടാ? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നോക്കിയേ. കുഞ്ഞായി മൊത്തം ചെടിയാക്കി അടി പുറത്തേടി. ഞാൻ മറ്റേ ഫോട്ടോ ഏത് വിചാരിച്ചിട്ടാ നമുക്കൊരു കരുണയുണ്ട് മനസ്സിലായി മനസ്സിൽ. അതുകൊണ്ടാണ് എല്ലാരും തെറ്റുകൊടുത്ത ഇപ്പോഴും അടിയിച്ചും കൊടുക്കണം. വെയില് നന്നാകത്തില്ല, വലിയ വഷള. അത് വേറെ വീഡിയോ പറയണ ഉണ്ടോ? സൈക്കോ അല്ലടാ, ഇത് സായി പോപ്പിയാ. നല്ല കമലി. ഞാൻ ഇപ്പൊ തന്നെ ബാത്റൂമിൽ പോയി ചിരിച്ചോണ്ടോ നിങ്ങളെ? വരണ്ടായിരുന്നല്ലോ, അവിടെ തന്നെ ഇരിക്കും.
പാട്ടൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ചിരിക്കണമെന്നോ? അല്ല അത് നമ്മള് ഇടക്കിടക്ക് അങ്ങനത്തെ തമാശകളൊക്കെ ഞാൻ പറയാറുണ്ട്. ഇടക്കൊക്കെ പറയാറുണ്ട്. സെറ്റ് വാൾപേപ്പർ അല്ലാണോ? ഇത് കിടില സാധനം കേട്ടോ. ഇത് ഇത് വാൾപേപ്പർ ആക്കട്ടെ. പക്ഷെ അത് വാൾപേപ്പർ ആക്കിയ എന്റെ പവർ പോകും. എന്ത് പവർ? എന്റെ പവർ പോകും ഈ വാൾപേപ്പർ മാറ്റിയ. പിന്നെ പിഴയിലിടാം. ഇപ്പൊ തന്നെ മതി. 23/10/2020 2 years of this masterpiece. ഈ ഷോട്ട് എന്താ സാധനം വരുന്നുണ്ടേത്? ഇത് ശരിക്കും വാറൊക്കെ നടക്കണ പോലായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വാറൊക്കെ നടക്കണ പോലായിരുന്നു ആ സമയത്ത്. എന്റെ അമ്മോ. വീഡിയോ കംപ്രസ് ആയിപ്പോയി. മസ്റ്റ് വാച്ച് ഇൻ 4K YT 3D file. Please rotate your phone. എടാ കുട്ടപ്പ നീ BMW അപ്ഡേറ്റ്. എടാ BMW ഞാനൊരു കാര്യം പറഞ്ഞുതരാം. BMWന്റെ എയർ ഞാൻ റിമൂവ് ചെയ്ത്. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടണില്ല അങ്ങോട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ BMWന്റെ ഈ എയർ ഇട്ടപ്പോഴത്തേക്കിന് ഗൈസ് എയർ വെച്ചപ്പം വണ്ടിയുടെ ആ ഒരു ഫീൽ അങ്ങ് പോയി. ഓടിക്കാനുള്ള കാണാനുള്ള ലുക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ അത് എയർ ചെയ്തവർക്ക് അറിയാൻ പറ്റും. അത് ഭയങ്കര അകത്ത് എനിക്ക് ഓടിക്കുമ്പോൾ ഭയങ്കര ഒരു ഇത് കിട്ടുന്നില്ല. സോ അതുകൊണ്ട് എയർ റിമൂവ് ചെയ്തു. അതുപോലെ തന്നെ റീപെയിന്റ് കൂടെ ചെയ്തിട്ട് ഇപ്പൊ ഉടനെ അപ്ഡേറ്റ് വിനീത് തരും. എടാ നീ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി കേട്ടോ കുട്ടപ്പ. ഒരു രക്ഷയില്ല. കിടിലോന്ന് പറഞ്ഞാൽ കിടിലം. ഒന്നും പറയാനില്ല. വിഷയം സാധനം. അണ്ണാ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയ ഓളം അജ്മൽ ഖാൻ. ഞാൻ പുള്ളിക്കൊക്കെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഫ്രെയിം ക്രിയേഷൻസ്. ഓ എടാ ലൈറ്റ് ഫ്രെയിം ക്രിയേഷൻസ് അറിഞ്ഞൂടാ നിനക്ക്? എനിക്കറിയ ഫസ്റ്റ് ഒരു ഫ്രീക്കൻ എന്ന് പറഞ്ഞത് നിങ്ങൾക്കൊക്കെ. എടാ കേരളത്തിലെ ആദ്യത്തെ ഫ്രീക്കൻ അജ്മൽ ഖാൻ ആയിരുന്നു. അത് വേറെ ഒന്നും പറയാനില്ല ആ സമയത്ത്. ഫോട്ടോ ലൈറ്റ് ഫ്രെയിം ക്രിയേഷൻസ്. എന്റെ മോനെ ഇത് തന്നെ സാധനം. നിങ്ങളെ കാണിച്ചു തരാം കേട്ടാ. എന്ത് ഇതെടുക്കട്ടെ. ഇത് കണ്ട ഇതൊക്കെ നമ്മുടെ വർക്ക്സ് പിള്ളേർക്ക് വേണ്ടി ചെയ്ത് കൊടുത്ത വർക്ക്. മേളിൽ കണ്ട ദിലിന്ദിനേഷൻ എഡിറ്റർ. വേറൊരു സാധനമുണ്ട്. വേറെ കാണിച്ചു തരാം. ഇതൊക്കെ നമ്മുടെ സ്വന്തം വർക്കാണേ. നമ്മളെല്ലാം ഇത് അറിഞ്ഞെങ്കിൽ ഞാൻ കോണ്ടാക്ട് ചെയ്യായിരുന്നില്ല പെട്ടെന്ന് തന്നെ. ഇതൊക്കെ നമ്മുടെ സ്വന്തം കീടിലും വർക്ക്സ് ആണ് ആ സമയത്തെ. വേറെ കാണിച്ചു തരാം. ഇതാര് കളിയാ ഇപ്പൊ കുറച്ച് മുൻപ് കാണിച്ചതാരാ? ബ്ലൂ കളർ ഷർട്ട് ഇട്ട് ടീഷർട്ട് ഇട്ട്. ഇത് നമ്മുടെ വിനീത് ബ്രോയ്ക്ക് വേണ്ടിട്ട് നമ്മളൊരു മാനിപ്പുലേഷന് നമ്മുടെ വിനീത് ബ്രോയ്ക്ക് വേണ്ടിട്ട്. ഇതൊക്കെ നമ്മുടെ എഡിറ്റിംഗ് ആയിരുന്നു ആ സമയത്ത്. എടാ നീയൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത്. നീയൊക്കെ പിക്സാഡിൽ പോലും എഡിറ്റ് ചെയ്യാൻ അറിയാത്തതായിരുന്നു നീയൊക്കെ. നമ്മള് ആ സമയത്ത് ദൈവമായിരുന്നു. ഒരു ഫോട്ടോയ്ക്ക് 150, 500, 300 ഒക്കെ നമ്മൾ മേടിക്കുമായിരുന്നു ആ സമയത്ത്. മനസ്സിലായോ? കിടുക്കാച്ചി എഡിറ്റിങ്. ഞാൻ കാണിച്ചു തരാം. എന്റെ ഒരു ആ സമയത്ത് ഒരു മറ്റേ വിപ്ലവം സൃഷ്ടിച്ച ഒരു എഡിറ്റിംഗ് ആയിരുന്നു ഇത്.
അപ്പൊ ആ ഊട്ടി പോയി എഡിറ്റ് അതാര് ചെയ്തത് നിങ്ങളെ? ഊട്ടി പോയി എഡിറ്റ് ചെയ്തത് അച്ഛൻ. ശരി, ഓക്കെ, സംശയമൊക്കെ മാറില്ലേ? ഞാൻ ഒരു ഇച്ചിരി വിഷയം എഡിറ്റർ ആയിരുന്നു. ഞാൻ അജ്മൽ ഖാനൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ബ്രോ ഒരു ഫോട്ടോ തരുമോ, എഡിറ്റ് ചെയ്യാനാണ് പ്ലീസ് എനിക്കൊരു ഫോട്ടോ തരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അജ്മൽ ഖാൻ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. ബ്രോ എനിക്ക് എഡിറ്റ് ചെയ്ത് തരും. ഓ അതെ അതെ, സനീഷ് ബ്രോ വലിയ എഡിറ്റർ ആയിരുന്നു. സനീഷ് ബ്രോ ഒക്കെ വലിയ എഡിറ്റർ ആയിരുന്നു. സനീഷ് ബ്രോ ഒക്കെ വിഷയ എഡിറ്റർ ആയിരുന്നു. സനീഷ് ബ്രോ ഫോട്ടോഗ്രാഫി സനീഷ് ഫോട്ടോഗ്രാഫി അന്ന് ഫേസ്ബുക്കിലുണ്ടായിരുന്നു. കുറെ റിക്വസ്റ്റ് വന്നപ്പോ ഞാൻ തന്നെ അവനോട് പറഞ്ഞു വന്നാൽ തുടങ്ങിക്കോന്ന് പറഞ്ഞിട്ട് അവൻ സ്റ്റാർട്ട് ചെയ്ത പേജാ. ഞാൻ തന്നെ പ്രതീക്ഷിച്ചില്ല എത്ര ലൈക്ക് ആവും അതിന്. ആ പേജ് ഇപ്പൊ 5 lakhs ആയി. എങ്ങനെയായെന്ന് എനിക്കറിയില്ല, എന്നെ കയറി വരുന്നുണ്ട് ആ പേജിൽ. അജ്മൽ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടാൽ ലൈക്കുകളുടെ പൂരം, കമന്റുകളുടെ കൂമ്പ. ഇതിന്റെ ഫസ്റ്റ് കമന്റിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. പൊളിക്ക് മുത്തേ, 24/7 കില്ലിംഗ് സപ്പോർട്ട്. ഫോട്ടോ ഷെയർ ചെയ്യാനും ആരാധകരുടെ തിരക്ക്. ഈകള് പോന്ന് നടന്ന് റൈറ്റ് സൈഡിൽ ഇല്ലേ? ഇവിടെ റൈറ്റ് സൈഡിൽ ഇതാണ്ട്, റൈറ്റ് സൈഡിൽ നിന്റെ അച്ഛനാണ്. നിന്റെ ഫ്രീക്കന്മാർക്കിടയിൽ ഹീറോയാണ് കുറുക്കഞ്ചേരിയിൽ. ഗൈസ് നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തേ. കില്ലിംഗ് സപ്പോർട്ട് ചാറ്റില് കില്ലിംഗ് സപ്പോർട്ട് ആയിരിക്കണം, മനസ്സിലായോ? വെയിറ്റ് ഫോർ കൽബ്. അതെ, നിങ്ങൾക്കൊന്നും ഇപ്പൊ ഉത്തരവാദിത്വം ഇല്ല സത്യം പറയട്ടെ. നമ്മൾ ലൈവ് ഒക്കെ വരുമ്പോ തന്നെ ജസ്റ്റ് നൗ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടണം. ഫസ്റ്റ് ജസ്റ്റ് നൗ കില്ലിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞ ആ ഒരു ഇത് വരണം. നിങ്ങൾക്ക് ഈ ജനറേഷനുള്ള പിള്ളേർക്കൊന്നും അത് വന്നിട്ടില്ല ഇതുവരെ. സൂര്യപുത്രൻ വൈകർത്തനൻ വരച്ചാ എടാ അത് ഡ്രോയിങ്, അമൽ സിന്ധു ദേ സൈൻ. എടാ ഞാൻ ആ സീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയതാണെന്നാ വിചാരിച്ച. അമൽ സിന്ധു ബ്രോ, വിഷയം കിട്ടിലും കേട്ടോ, ഒരു രക്ഷയിൽ ഒന്നും പറയാനില്ല. ബിലീവ് മീ ഇറ്റ്സ് നോട്ട് റിയൽ. ഇത് റിയൽ അല്ലെന്ന് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ? അല്ലേ? അല്ല, ഈ ട്രാക്കിംഗ് കണ്ടാ അറിയാം ഇത് റിയൽ അല്ല, ഇത് എഡിറ്റാണ്. റിയൽ അത് നമ്മള് വിശ്വസിച്ചു, സത്യമാണ്. അത് ഏതോ ചെയ്യാറിയാത്തും ചെയ്തതാണ്. റിയൽ ആണ്. ഒമാൻ രജിസ്ട്രേഷൻ റിയൽ അല്ല. എടാ അത് റിയൽ ആണ്. ഇത് റിയൽ അല്ല, ഇത് റീലാണ്. ഇത് റീൽ. ആ ശരി, അത് അങ്ങനെയാണ് ചോദിച്ചാ. ഇത് റീൽ ആണെന്നാണ് ഞാൻ പറഞ്ഞേക്കണേ. ഇത് റീൽ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിച്ച്. അയ്യർ സാറ് ഇത് ഞാൻ കണ്ടാതായി ക്ലിപ്പ്. ഞാൻ ഫോണിൽ ആദ്യമായിട്ട് സിനിമയിൽ വന്നതിന്റെ സന്തോഷം. പിന്നെ നമ്മൾ ആദ്യമായിട്ട് അഭിനയിച്ച പടം തിയേറ്ററിൽ ഇത് കാണുമ്പോഴുള്ള ഫീലില്ലേ, അതാണ് അയ്യർ സാറിന് സന്തോഷം. അയ്യോ മാജിക്. പേടിച്ചു പോയി ഞാൻ. നിന്ന് കറങ്ങി അവൻ. പരിക്കച്ചക്കട ചൊള്ള ചൊള്ളക്കണ ആ പൂറിയുണ്ടല്ലോ ഇവനൊക്കെ എന്താ മാത്രം എന്താ ബാബു വാസു സരക്ക് വെൻ വാസുണ്ണൻ ബാബു സരക്കണ്ണൻ പ്ലാനിങ് ഫോർ ആൻ RP.
ചന്ദ്രൻ ഫ്ലഫി. അയ്യോ സത്യം. എന്താ എന്റെ പൊന്നു ആ ലാസ്റ്റ് അത് കേട്ടോ അത് എനിക്കറിയാം ഇതുപോലെ പാടുന്ന ഒരുത്തനെ. എന്ത് വോയിസോടാ വിഷയല്ലേ? വില്ലംബ്രോടെ സൗണ്ട് എന്നോ? വില്ലംബ്രോടെ ഒരു ചെറിയ സാമ്യം ഉണ്ട് കേട്ടാ. എന്റെ അല്ലെ ഒരു പാട്ട് പാടികളാ വില്ലംബ്രോ ഞാൻ ഇത് പാടി പാടി ലൈവിലുള്ളവര് കേട്ട് കേട്ട് മടുത്തതാ ഈ പാട്ട്. സത്യം ഇവിടെ ആരും മടുത്തിട്ടില്ല. ഓക്കെ ഓക്കെ ഇത് എനിക്ക് തോന്നുന്നു ഇത് കട്ടാവുന്നു കേട്ടാ ചിലപ്പം. ഇരവാകവേ പകലാകവേ കവിളത്തു നിന്റെ ചിരി കാത്തിടാനിതുവഴി നാം തുണയായി വരാം. ഇനി എന്നുമേ കുടനീർത്തിടാം തണലേകിടാം ഒരു നല്ല നേരം വരവേറ്റിടാം. മഞ്ഞേറും വിണ്ണോരം മഴമായും പോലെ കുഞ്ഞോമൽ കണ്ണോരം കണ്ണീരും മായേണം നെഞ്ചോരം കുന്നോളം ചേലേറും കനവുകളും ഒരു പിടി കാവലായി വഴി തേടണം ഒരു മാരിവിൽ ചിറകേറണം ആശതൻ തേരിതിൽ പറന്നു വാനിൽ നീ ഉയരണം ഇടനെഞ്ചിലെ മുറിവാരണം ഇരു കണ്ണിലും മിഴിവേറണം നന്മകൾ പൂക്കുമീ പുലരി തേടി നീ ഒഴുകണം. Dedicating for you all guys. നമ്മള് തിരിച്ച് മെൽറ്റായി കളിയാ. വില്യം ബ്രോയിന് ഈഗിള് സോങ് പാടുമ്പോ ബ്രേക്ക് ആയിരുന്നു വില്യം ബ്രോ. ഡിസ്കോഡില് ലൈവിൽ ഉണ്ടാവില്ല. ഓ ലൈവിലുണ്ടാവല്ലോ, ഡിസ്കോഡിലുണ്ടാവും. കൈ അടിക്കാം എല്ലാരും കൈ അടിക്കണം. വേറെ രക്ഷയില്ല. താങ്ക് യു സോ മച്ച് ഗൈസ്. മീൻസ് എലോട്ട്. അയ്യോ കൊറേ നാളെ പാടിയിട്ട് എന്റെ തൊണ്ടയൊക്കെ പോയി. എന്റെ അമ്മ ഒത്തിരി നാളെ ഇത്രയും പിച്ചൊക്കെ എടുത്തിട്ട് ഞാൻ കേട്ടാ. ഇത് നമ്മൾ ഓൾറെഡി കണ്ട വീഡിയോ. ഇത് കണ്ട സാധനമാണ്. ട്രൈ ദിസ് POV. യു ആർ മേക്കിംഗ് യുവർ ഓൺ ഓർഗാനിക് പ്രീ വർക്കൗട്ട്. ഇത് പ്രീ ആണ്. ഓർഗാനിക് പ്രീ എന്ന് പറഞ്ഞാൽ പ്രീ വർക്കൗട്ട്. ഹണി
സിട്രോൺ അങ്ങനെയാണോ? സത്യമാണോ? വില്ലം ബ്രോ, ഈ ക്രിയാറ്റിൻ അല്ലെങ്കിൽ ഈ പ്രീ വർക്കൗട്ട് എന്ന് പറയുമ്പോ ഇതിനകത്ത് എന്താണ് ഉള്ളത്? അപ്പൊ സോൾട്ട്, ഹണി, വാട്ടർ, ഹണി, അതായത് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്നത്. മറ്റേനകത്ത് കുറെ കണ്ടന്റ് ഉണ്ടോ? സിട്രോൺ എന്നാന്ന് തോന്നുന്നു. സിട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? നാരങ്ങ. അത് നാരങ്ങ പിഴിഞ്ഞൊഴിക്കണ്. സോൾട്ട്, ഹണി. ഇത് വർക്കിംഗ് ആണോ? ഇത് വർക്കിംഗ് ആണെന്ന് ചോദിച്ചാൽ മറ്റേന്റെ അത്ര ഉണ്ടാവത്തില്ല. അത് നാച്ചുറൽ ആയിട്ടാണ് ഉണ്ടാക്കിയത് അത്ര. ബ്രോ ഡൗൺലോഡഡ് ദ റോങ് ബ്ലാക്ക് മിത്ത് ഹുക്കോങ്. Where's the video? അമ്മാന്റെ കൂടെ നിക്കുന്ന ക്യാരക്ടറാണ് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അവൻ മറ്റേ ഹെവൻലി ഇവരുടെ കൂടെ ആൾക്കാരുടെ കൂടെ അവിടെ ഇരിക്കണ കേട്ടാ. പൊന്നു, അവൻ വിചാരിക്കും വാട നമ്മളെ ഗെയിം കംപ്ലീറ്റ് ചെയ്ത്. EV ഹമ്മർ. ഇത് EV ആണോ വണ്ടി? EV ആണ്. ഇത് EV ആണ്. ഞാൻ ഫസ്റ്റ് ബിലീവ് ചെയ്തില്ല. എടാ ഇത് EV ആണോ ഈ വണ്ടി? ആളിയാ EV ആണ്. ഇത് 2.5 CR ആണ്. ഇത് ഇവിടെ ഈകളെ ഇത് 2.5 CR ആണോ? എനിക്ക് അറിഞ്ഞോട്ടെ അതിന്റെ വില. അത് EV ആണെന്ന് പറഞ്ഞപ്പോഴേ എന്റെ ഇത് പോയിടാ സത്യം പറഞ്ഞ. പക്ഷെ വണ്ടിക്ക് പുള്ളിയൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് EV വണ്ടി വലിയ താല്പര്യം. അല്ല, ഞാൻ നിങ്ങളോടൊക്കെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് നിങ്ങൾ കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ നോക്കി എടുക്കുവാണെങ്കിൽ ഓക്കെ. നമുക്കിനി വളരെ കുറച്ച് നാളുടെ ഉണ്ടാവുള്ളൂ പെട്രോൾ വണ്ടിയും ഡീസൽ വണ്ടിയൊക്കെ. അത് തീരുന്നവരെ അത് എൻജോയ് ചെയ്താൽ പോരെ. ലൈക്ക് എന്ന് വെച്ചാൽ പെട്രോളും ഡീസലും ഒക്കെ എക്സോസ്റ്റഡ് ആവുന്നവരെ അത് യൂസ് ചെയ്യുന്നതാണ് എനിക്ക് താല്പര്യം. കാരണം നമ്മൾ ഇത്രയും നാൾ ഓടിച്ച് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് എനിക്കത്. ഇത് വേറെ ആരുടെ ഇത് പറയല്ലോ കേട്ടാ. അതുവരെ എനിക്ക്, ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയണേ, എനിക്ക് അതുവരെ അത് ഓടിക്കാനാണ് താല്പര്യം. എനിക്ക് EV വണ്ടി എടുക്കുന്നതിനോട് ഇപ്പോഴും താല്പര്യമില്ല. എനിക്കതാണ് താല്പര്യം. ആ ഒരു ഫീല് നമുക്ക് കിട്ടത്തില്ല വേറൊരെണ്ണത്തിൽ എനിക്ക്. ബ്രോ ഇതെന്റെ ഫ്രണ്ട് പോയതാണ്, എങ്ങനെയാണെന്ന് പറയാമോ? ഈ ഒക്ടോബർ ഇത് എക്കോ മാത്രമേ ഉള്ളല്ലോ മോനെ. ഏതോ വാർപ്പ് ചെയ്യുന്ന വീട്ടില് അകത്തിരുന്ന് പാടിയതാണിത്. ഇല്ല, ബാത്റൂമിലിരുന്ന് പാടിയത്. കൊള്ളാടാ, കൊള്ളാം. ഇത്ര എക്കോ ഇതും വേണ്ടടാ, കുറച്ച് ഇതാക്കിയിട്ട് പാടിയാൽ മതി. അതാണ് നൈസ്. ബ്രോ ട്രൈങ് ടു ഡാൻലോസ് വിത്ത് ഒന്നും കിളിയോ? And I'm pretty sure that you are that love of mine. 'Cause ഈ പാട്ടിലല്ലേ വിനീത് റീൽ ഇട്ടേക്കുന്ന ഇന്ന്? ആണെന്ന് തോന്നുന്നു. ആണോ? ഇത് ഈ പാട്ടിലാണോ റീൽ ഇട്ടേക്കണേ? വിനീത് സെൽട്ടോസിന്റെ ഒരു നല്ല റീൽ ഇട്ടിട്ടുണ്ട്. ഈ പാട്ടാന്ന് തോന്നുന്നു കേട്ടോ. അത് ബ്ലൂ ഷിഫ്റ്റർ നോക്കട്ടെ. ഇതാണോ? ഇതല്ലേ? ഇതന്നല്ലേ? ആ അതെ. അത് കൊള്ളാം കേട്ടോ. നീ മറന്നു പോയൊരു നാൾ. എടാ ഞാൻ കാര്യം പറയട്ടെ, കുറെ പേർക്ക് ഈ മാഷപ്സ് കേൾക്കണത് ഇഷ്ടമല്ല, ഇങ്ങനത്തെ മിക്സ്. പക്ഷെ എനിക്ക് എന്താന്ന് പറഞ്ഞോളൂ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം കേൾക്കാൻ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. കുറെ പേർക്ക് ഇത് ഇഷ്ടമല്ല. കുറെ പേർക്ക് ആ ഒറിജിനൽ സോങ് ആ ഒരു ഇതിൽ കേൾക്കാനാണ് ഇഷ്ടം. എനിക്ക് ഇത് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അറിഞ്ഞൂടാ എന്താണെന്ന്. കിളിച്ചുണ്ടൻ ആമ്പഴമേ, കിളി കൊത്താൻ തേൻ പഴമേ, ചുണ്ടിൽ മുത്തിരി മുത്തായി ചിപ്പിയിലെന്നീ കാത്തുവെച്ചോ.
നൈസ് ബ്രോ, കിടില സാധനം, കിടില. ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാനൊരു പേജ് പറഞ്ഞുതരാം. പുള്ളി ഒന്ന് ഫോളോ ചെയ്താൽ നന്നായിരിക്കും. കിട്ടില്ല സാധനങ്ങളൊക്കെ ഇടും. ഇല്ലീഗൽ മാഷപ്പ്. ഞാൻ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് പുള്ളിക്ക്. ഭയങ്കര അടിപൊളി. അങ്ങേരിടുന്ന സാധനം എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ സ്മൂത്ത് ബട്ടറാണ്. ഇങ്ങനെ ഒഴുകി 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 അങ്ങ് പോകും. ഇല്ലീഗൽ മാഷപ്പ് ട്രൈ ചെയ്ത് നോക്ക്. ഭയങ്കര രസമാണ്. ഇരിക്കണം. പുറനാളുകാരി എവിടെ? കണ്ടില്ലല്ലോ. അവരൊക്കെ മുകളിലുണ്ട്. പിന്നെ ഇരുന്നോളൂ. അല്ല, സദ്യ തുടങ്ങിയ എത്ര നേരം കാത്തുഭദ്ര ഇരിക്കേ. ഇത് ഏതാ പടം? ഇത് മറ്റേ ബസ് എടുക്കുന്ന പടമാണോ? മോഹൻലാലിനെ കാണാൻ എന്ത് രസോടോ. മറ്റേ നമ്മുടെ ഓറയെന്ന് പറയുന്ന സാധനം ഇല്ലേ, അതെനിക്ക് ഇത് കാണുമ്പോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ത് രസമാണത്, എന്റെ പൊന്നോ. ഓ, ഇത് ഏയോട്ടാണോ? ഇരുന്നില്ലേ ഭദ്ര? അല്ല, നീ അങ്ങോട്ട് എഴുന്നേറ്റ്. അതെന്താന്ന് മര്യാദ? എല്ലാരും ഉണ്ട് കയ്യിൽ ഉണ്ടാ പോലെ നിനക്ക് ഒപ്പം കയറിയിരിക്കുന്നു. ഓ, സുധി ആ ക്യാരക്ടറല്ലേ ഇത്? ആ ഇല എടുത്ത് മാറ്റ്, വെച്ചതായി. ഭദ്ര, നീ ഇരിക്കെ. എന്റെ അമ്മ ജീവിച്ച് കാണിച്ചടേ. ഹാപ്പി ബർത്ത്ഡേ. ശരി. ഒറ്റ ഡയലോഗ് പറഞ്ഞിട്ടുള്ളൂ ആ സീനില്. എനിക്ക് ശരിക്കും ഇങ്ങനത്തെ പടങ്ങളൊക്കെ മിസ് ചെയ്യണമില്ല ബ്രോ. സത്യം പറയാം, എനിക്ക് ഇങ്ങനത്തെ മറ്റേ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യണ്. എന്റെ പൊന്നോ. ഇത് നമ്മള് കണ്ട താഴെ എസ്കേപ്പ് ട്രാൻസ്ഫോം. ഇതെന്ത് സൈലൻസ്? എടാ, ഇത് മറ്റേ വണ്ടിയിൽ വാൽട്രോണിക്സ് വെക്കുന്നത് പോലെ. കണ്ടോ? MVD കാണുവാണെ ഒറ്റ ഞെക്ക് ഓടുക. വിഷയ സാധനോടെ അത്. വാട്ട് മേക്സ് യു ഹാപ്പി? എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. ഹലോ ഗൈസ്, ഹലോ എല്ലാവർക്കും വെൽക്കം. എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം. മുതുകുണ്ണ എല്ലാവർക്കും ഭയങ്കര എണ്ണ. സ്ട്രോബറി മൈരൻ. അണ്ണാ, ഞാൻ വരച്ചതാ 2.5 മണിക്കൂർ എടുത്ത് തീർക്കാൻ. ചെറിയ കുട്ടിയാണല്ലേ. കഴിവുണ്ട്. കേറി വാ, പയ്യ വാ. ബീങ് കഞ്ചാവറ എന്തോ കുഞ്ഞവറ ഈസ് നോട്ട് ഈസി. ബൈ ദ വേ ആരും പ്രാക്ടീസ് മുടക്കരുത്. സാർ ക്ലാസ്സിലേക്ക് എന്തിനാ വീണ്ടും എറിഞ്ഞു വീഴ്ത്താനാ? എന്ത് ലെജൻഡറി ആയിരുന്നല്ലേ പുള്ളി. എന്തു പറ്റി സാർ? കാലെടുത്ത് മാറ്റണം. ഞാനിവിടെ പാർക്ക് ചെയ്ത പ്രാക്ടീസ് ചെയ്യണോ? ഇത് എപ്പിക് സീനാണ്.
എന്ത് അവൻ ഉന്നം തെറ്റി. ഇവൻ ഉന്നം തെറ്റിയില്ല. എപ്പോഴെപ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ തനിക്ക് എന്നാണോ കുഴപ്പം? എന്റെ യൂട്രസ് എന്തോ കംപ്ലൈന്റ് ആണ്. ഓ ആരും സോറി അതാണോ? എന്നാ പോയി ഒഴിച്ചോ. ഇവനിനി പ്രസവിക്കുക ഇവിടെ. ഇത് ഏതായിരുന്നു പടം? സ്പീഡല്ലേ പടം? സ്പീഡ്. ഇത് സ്പീഡല്ലേ പടം? സാറെന്താ മേലോട്ട് നോക്കുന്നത്? മിസൈല് വല്ലോ വരുന്നുണ്ടോ നോക്കുവാടോ. താൻ ആ ക്രോസ് ബാറിന്റെ മേലെ കൂടെയാണോ ചാടിയത്, താഴെ കൂടെയാണോ ചാടിയത്? മോളിൽ കൂടെ സാർ. അപ്പൊ പിന്നെ ഞാൻ തലയും കുത്തി നോക്കണോ? ദാ ഇങ്ങനെ നീ എന്താണ് എന്നെ വല്ല ഘോഷയാത്രയ്ക്ക് കൊണ്ടുപോകണോ? കൊടിയും കുത്തി പുള്ളിയുടെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടോ, എന്ത് കിടിലാന്നറിയോ അതൊക്കെ. അതൊക്കെ കാണേണ്ട സാധനമാണ് അതൊക്കെ. വയസ്സടിച്ച് സ്ക്വാഡ് വിട്ട് പോയി. ഇതൊക്കെ പഴയ വീഡിയോ ഷൗട്ടെക്സിന്റെ, ഇതൊക്കെ നമ്മൾ കണ്ടതാ. ഷൗട്ടെക്സ് എഡിറ്റ് ചെയ്യുന്ന കുറെ വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഷൗട്ടെക്സ് സ്റ്റെറോയിഡിൽ എന്തോ ആണ് ഈയിടെയായിട്ട്. കിട്ടുന്നുണ്ട്, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ ഒരു ദിവസം കൊണ്ട് ഇത്രയും വീഡിയോ ചെയ്ത് എടാ അതാ ഞാൻ ആലോചിക്കണം, ഒരു ദിവസം കൊണ്ട് അവൻ എങ്ങനെ ഇങ്ങനെ ചെയ്യണേന്ന്. അവന് പ്രാന്താണ്. സിനിമ കണക്കിന് പൊന്നോ ഷൗട്ടെക്സ്, നിനക്ക് എന്ത് പറ്റി മോനെ? നീ ഓക്കെ അല്ലേ? ഞാൻ സീരിയസ് കൂടെ കണ്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ടില്ല. കോൺസെപ്റ്റ് ഭയങ്കര കിടിലോടെ, ഭയങ്കര രസമായിട്ടാ ചെയ്തിരിക്കണ കേട്ടാ, സീരിയസ്ലി. സെഞ്ചിട്ടാ പോച്ചേ. ചെറുക്കൻ അങ്ങനെ 50K അടിച്ച്. സന്തോഷം സന്തോഷം. കാർത്തിക് സുനിൽ ഛേത്രി ഇടയ്ക്ക് വെച്ചിട്ട് മറ്റേ ഒരു മാച്ചില് ലാസ്റ്റ് ഒരു ഗോൾ അടിച്ചത് ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ. ഫ്രീ കിക്ക്. അത് കഴിഞ്ഞിട്ട് സുനിൽ ഛേത്രി അടുത്ത പ്രാവശ്യം ഹോം മാച്ചിന് വന്നപ്പോ ഒരു ബഹളം ഉണ്ടായിരുന്നു. എന്റെ പൊന്നു, ഓർമ്മയുണ്ടോ അത്? എനിക്ക് തോന്നുന്നു സുനിൽ ഛേത്രി ആകപ്പാടെ പറഞ്ഞത്, എനിക്ക് ആ ഇതൊന്ന് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങാൻ തന്നെ ടെൻഷനാണ്. കാരണം കേരളത്തിന്റെ ആൾക്കാരെ പവർ കാരണം. അത് എല്ലാരും പറയുന്നത് എടാ രഘുല, എനിക്ക് ഒരു ദിവസം KBFC കളി കാണാൻ സ്റ്റേഡിയത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? പോവാളിയാ പോവാം. എനിക്കൊന്ന് നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ വരുന്ന ദിവസം പോകണം. നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ വരുമ്പോ പോയി കാണണം. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് മറ്റേ സ്റ്റേഡിയം ഒക്കെ ഇങ്ങനെ ഇത് കുലുങ്ങുമെന്ന്, മറ്റേ ഗോളൊക്കെ അടിക്കുമ്പോ. അളിയ പ്ലേയേഴ്സിനൊക്കെ ഭയങ്കര പേടിയാണ് ഇവിടെ ഒന്ന് കളിക്കാൻ. സത്യം പറയല്ല, ഹോം ഗ്രൗണ്ടിൽ ഒന്ന് കളിക്കാൻ. എന്റെ ചേട്ടൻ പറയും കളിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട്. ഇവൻ ഫുട്ബോൾ പ്ലെയർ ആണ് രഘുല്. ഭയങ്കര പേടിയാണ്. ഈസ്റ്റ് ഗാലറി പോണ എന്നാലേ ഒരു വൈബ് കിട്ടുമെന്ന്. ആണല്ലേ? നിങ്ങൾ കുറെ പേര് കണ്ടിട്ടുണ്ടല്ലേ? എനിക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാ. ഞാൻ IPL കണ്ടിട്ടുണ്ട്. ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ലാസ്റ്റ് ഗ്രീൻഫീൽഡിൽ നടന്ന ഇന്ത്യയുടെ കളി കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഫുട്ബോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇതുവരെ. നാളെ കൊച്ചി വെച്ചാണോ? അയ്യോ, നാളെ എങ്ങനെയാ വരുവാൻ? വിഷയമാണ്. എനിക്ക് നാളെ ബാംഗ്ലൂരിലും ക്രൗഡ് ഉണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുമ്പോ ബാംഗ്ലൂർ പിന്നെ മലയാളീസിൽ ഉണ്ടാവല്ലോടാ. എടാ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂർ കളി കണ്ടിട്ടുണ്ട്. ഞാൻ അതിൽ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് മറ്റേ ചന്തി കാണിച്ചത്? അത് ബാംഗ്ലൂർ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. ഞാൻ കൊച്ചി കണ്ടിട്ടില്ല. ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ KBFC വേഴ്സസ് ബാംഗ്ലൂർ FC കളി കണ്ടിട്ടുണ്ട്.
അന്ന് മറ്റേ കേരളം എത്രയായിരുന്നു 4 ഗോളോ 5 ഗോളിനോ എന്തോ തോറ്റുപോയി. അത് മറ്റേ ടി വിക്കകത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നിട്ട് മറ്റേ ഒരു ഗാലറിയിൽ ഇരുന്ന് ഒരു 1000 ചന്തി തിരിച്ച് അവന്മാർ തിരിഞ്ഞ് നിന്ന് കുലുക്കി കാണിച്ച്. ഞങ്ങളാണെങ്കിൽ ഒരു സെക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ മൊത്തം അവന്മാരെ മറ്റേ അവന്മാർ കംബാക്ക് അടിച്ച കളിയാണത്. അത് ഏത് വർഷമാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ ആ മാച്ച് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് കേരളം തോറ്റുപോയ കളിയാണ്. അത് ഞങ്ങൾ കൊച്ചി അവിടെ പഠിക്കുന്ന സമയത്ത്, ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നതാണത്. ആ മാച്ച് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് നമ്മൾ മാറിപ്പോയി അവിടെ ഒന്നും മിണ്ടാതെ. ഞാൻ അപ്പോഴേ കളി കഴിഞ്ഞപ്പോഴേ എടുത്ത് മറ്റേ അവരുടെ ജേഴ്സി മേടിച്ച് 50 രൂപ എടുത്ത് മേടിച്ചു. അല്ല നല്ല തല്ലും കിട്ടുമെന്ന് എനിക്ക് അറിയാം. തല്ലുകൊണ്ട് മൂടിയാണ് അവന്മാര്. ബാംഗ്ലൂരിന് ഒരു ജേഴ്സി മേടിച്ചിട്ട് മുഖത്ത് പെയിന്റ് ഒക്കെ മാറ്റി അവരുടെ കൂട്ടത്തിൽ ഓടി അങ്ങ് വീട്ടിൽ പോയി. അല്ല എന്ത് ചെയ്യാൻ പറ്റും? നല്ല ഇടി കിട്ടിയത്. ഉറപ്പായിട്ടും അടിച്ചു മൂടിയാണ് അവിടെ ഇട്ട് അവന്മാര്. വാട്ട് ഹേർട്സ് മോർ ദാൻ ബ്രേക്കപ്പ്? ഞാൻ ചായയും ബിസ്ക്കറ്റും കഴിക്കാറില്ല. ഇത് നമ്മൾ കേട്ടതല്ലേ. ഇനി ഒരിക്കലും കിട്ടാത്ത ഒരു കാലം. നമ്മളെ മറ്റേ ഫേസ്ബുക്ക് കാലഘട്ടം ഓർമ്മയുണ്ടാടാ? ഇന്ന് നമ്മളെ കൂടെ പറഞ്ഞതേ ഉള്ളല്ലേ. ഇന്ന് ആർപ്പി പോലും ചെയ്തതേ ഉള്ളു ഇതിനെ പറ്റി. എന്ത് ഫ്രീക്കായിരുന്നല്ലേ. ഓ അത് വന്നു. പിന്നെ ഒരു ഫോട്ടോ കിട്ട 1000 ലൈക്കൊക്കെ പെട്ടെന്ന് കയറും. എന്തോ വരുന്നത്. നമുക്ക് അതിനൊരു അഭിമാനമായിരുന്നു ആ ലൈക്ക് കിട്ടുമ്പോ. ഫ്രണ്ടിന് ക്യാമറ എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ പോണേ. എന്റെ മുത്തുമണി ഒന്ന് ആഡ് ചെയ്തിട്ടൊന്ന് കില്ലിങ് ചെയ്. പച്ച കളറുള്ള വയലിന്റെ അവിടെ പോയി നിപ്പ്, മല, പുഴ, അത് വേറൊരു ലോകമായിരുന്നല്ലേ. ഇമാരി സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നിന്റെ ഫേസ്ബുക്കിലെ പേരെന്തരായിരുന്നു? അഷിർ പോപ്സിൻസാ. ഫ്രീക്കന്റെ പേരോ? പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വേറൊരു കാര്യം ടു ബി ഓണസ്റ്റ് ആയിട്ട് പറയാം. അന്ന് ഇപ്പൊ ഈ റീൽസ് ഉള്ളവന്മാരുടെ മറ്റേ ഡാർക്ക് ഹ്യൂമറും കോമഡിയും ഒന്നും ഫേസ്ബുക്കിൽ ഇല്ലായിരുന്നു. അത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് കിട്ടാൻ വേണ്ടി എല്ലാവരും നല്ലത് മാത്രം പറയുന്ന ഒരു കാലമായിരുന്നു ഫേസ്ബുക്കിൽ ആ സമയത്ത്. പിന്നാണ് അത് അമ്മാവന്മാരൊക്കെ ഏറ്റെടുത്ത് മറ്റേ വിഷയമായത്. സത്യം പറയാതിരിക്കും. അന്ന് മറ്റേ നമ്മൾ ഈ പറഞ്ഞതുപോലെ മറ്റേ വലിയ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലത് പറയും. കാരണം ലൈക്കും ഫോളോവേഴ്സും കിട്ടാൻ വേണ്ടി. പക്ഷെ ഇപ്പൊ അതിന് വരെ ഇതില്ലാതായി. അന്ന് ഇത്രയും ടോക്സിസിറ്റി ഇല്ലായിരുന്നു സത്യം പറഞ്ഞ, ഈ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ പോലെ. അത് പറയാതിരിക്കും. ഒന്നുകൂടെ തുടങ്ങിയാൽ നമുക്ക് അങ്ങനെ പോണം. ഫ്രീക്ക് അലിപ്പേ അടിമി ബാക്ക്. എടാ ഞാൻ രഘുല അത് പഴയതുപോലെ തുടങ്ങാൻ പോണടാ. ആരെന്ത് പോസ്റ്റ് ഇട്ടാലും വെച്ച് പൊളിക്ക് മുത്തേ കൽബ് ആഡ് മീ ക്ലോസ്. ഞാനത് തുടങ്ങാൻ പോണ. ഈഗിൾ ഗെയിമിംഗ് ഒക്കെ ഇപ്പൊ ഇങ്ങനെയായി. You can kind of grab this hair. ഹെയർ ഇല്ലല്ലോ അവിടെ. മുകളിൽ നോക്കടാ. നീ മണ്ടനാണോടാ. പുള്ളിക്കാരി കാണിക്കുന്ന ആക്ഷൻ ഇവിടെയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോ ഇത് ഈ പാവയുടെ ഷേപ്പൊക്കെ മാറി കുറച്ച് റിയലിസ്റ്റിക് ആവും. അപ്പൊ കേട്ട അമ്മാവന്മാരൊക്കെ ഗതയും പിടിച്ച് ഫിൽറ്റർ ഇട്ട് ഇങ്ങനെ വരും. അപ്പൊ നീയൊക്കെ പോയി എനിക്ക് ചാടി കൊടുക്കുമ്പോ ആലോചിക്കണം. മനസ്സിലായല്ലോ, ഇത് ഏടെയൊക്കെ കാലമാണ്. അപ്പൊ ഗത പിടിച്ചിരിക്കുന്ന മാമന്മാരൊക്കെ മറ്റേ സാമാനം ഇട്ട് വരും ഇങ്ങനത്തെ. അപ്പൊ അതിലൊന്നും പോയി ചാടി കൊടുക്കരുത്. എന്നിട്ട് വീട്ടിൽ ലോൺ അടയ്ക്കാൻ വെച്ചിരിക്കുന്ന പൈസ 50,000 രൂപ എടുത്തിട്ട് കൊടുക്കണം ചേച്ചി എന്ന് പറഞ്ഞാൽ കൊടുക്കണം. അടുത്ത ദിവസം പുള്ളി ബ്ലോക്കും ചെയ്തു പോകും. മനസ്സിലായോ? എത്ര പോയി കടത്തിലാ, മൊത്തത്തിൽ കടത്തിലാ. തീർത്തിട്ട് വേണം നാട്ടിലോട്ട് വരാൻ. പോയി എല്ലാം ഇങ്ങനെ കടത്തില് പോയല്ലേ. വിഷയം സം കേരള മോഡ്സ്. ഇതാണ് തോട്ട. നീ ഇത് കണ്ടിട്ടുണ്ടാവില്ല. നീ ഹോൾസെയിലും ചെയ്യില്ല, റീറ്റെയിലും ചെയ്യില്ല, ഒരു മാറ്റം. ഇതെന്താ റീമാച്ച് ആണ്? എന്തോ കളിയത് ലൈറ്റ്. ഈകളുടെ വണ്ടിന്റെ പുറത്ത് ഇങ്ങനെ ലൈറ്റ് വെക്കുന്ന ഇഷ്ടമാണ്? എനിക്ക് ഇഷ്ടമല്ലടാ. ഞാൻ ഇതിന്റെ ഫാൻ അല്ല. അത് ഇഷ്ടമുള്ള ഞാൻ ഇതിന്റെ ഫാൻ അല്ല. അത് സത്യം പറഞ്ഞ ഞാൻ ഇങ്ങനെ ഒരുപാട് ആകണതിനോട് എനിക്ക് താല്പര്യമില്ല സത്യം പറഞ്ഞ. ഇത് ഓപ്പോസിറ്റ് വരുമ്പോഴാണ് ഇനിയും പിന്നെയും വെറുക്കുന്നത്. അല്ലല്ല, സാധനമൊക്കെ ബസ്സിനകത്തും ഇന്റീരിയറിലും ഒക്കെ ചെയ്യുമ്പോ അടിപൊളിയായിരിക്കാം ചിലപ്പം. പക്ഷെ എനിക്ക് വണ്ടിയുടെ പുറത്ത് വരുന്നത് ഭയങ്കര പള്ളിപ്പെരുന്നാൾ പോലെ ആയിപ്പോ. പക്ഷെ അത് കഴിവ് അവന്റെ കഴിവാണ് അങ്ങനെ ചെയ്തത്. മറ്റേ സ്റ്റാർട്ടർ സാധനം ഇതൊക്കെ ചെയ്ത് വെച്ചതാണ്.
സെറ്റ് വാൾപേപ്പർ അല്ലേ അണ്ണ. മൂന്നാമത്തെ വട്ടമാണ് ടോമേ നിന്നോട് ഞാൻ ഇത് കിടിലോ എന്ന് പറഞ്ഞ് ഒരു വട്ടം ഞാൻ ഡൗൺലോഡും ചെയ്തു. ഇനി ഇവിടെ കൊണ്ടിട്ട് അടിച്ച് തിരിച്ചു കളഞ്ഞു നിന്നെ. ലാസ്റ്റ് 2 hours of fine. Easy wicket for South Africa. അടിച്ച് തോലച്ചാണ്. എന്ത് ക്യാച്ചായിരുന്നടാ അത്. ഞാൻ ഒരു കാര്യം പറഞ്ഞ കാര്യം നിങ്ങൾക്കൊക്കെ ഇങ്ങനെയാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബൂമ്ര എന്ന് പറയുന്ന ബോളർ വന്ന സമയത്ത് ആസ് എ ക്രിക്കറ്റ് ഫാൻ എനിക്ക് പുള്ളിയുടെ ആക്ഷൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് അവൻ്റെ ബോളിംഗ് കാണുമ്പോൾ എനിക്കങ്ങ് ദേഷ്യം വരുമായിരുന്നു ഒരു സമയത്ത്. പക്ഷെ ഇന്ന് എനിക്ക് ആ ഒരു ആക്ഷൻ ഭയങ്കര ഐഡന്റിറ്റിയാണ്. അത് അവന് മാത്രമേ ഉള്ളൂ. എന്ത് രസമാണെന്നറിയോ അത് കാണാം. അതുപോലെ തന്നെ എനിക്ക് ബോളിംഗ് ആക്ഷൻ ഇപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 2 പേരെന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്ന് ബൂമ്ര, അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാർ. ഇവർ 2 പേരുടെയും ബോളിംഗ് ആക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആദ്യം ഇഷ്ടമേ അല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ 2 പേരുടെയും ബോളിംഗ് ആക്ഷൻ. അല്ല, ഭുവനേശ്വർ കുമാറിന്റെ ആയിരുന്നതല്ലേ ഇഷ്ടമാണ്, പക്ഷെ ബൂമ്ര എന്നെ ഭയങ്കര, അതായത് എനിക്ക് ഇഷ്ടമല്ലായ്മയൊന്നും ഫാൻ ആക്കിയ ഒരാളാണ് സത്യം പറഞ്ഞ. സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് എന്ന് പറയുന്ന ഒരു കിടുക്കൻ സാധനം കൊണ്ട് അവതരിപ്പിച്ച് കേട്ടോ. നമ്മൾ 1 മില്യണിൽ നിന്ന് 2 മില്യൺ ആൻഡ് 2 സ്കോറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാജുവൽ പ്രോസസ്സൊക്കെ ആയിരുന്നു. 17 വന്നത്. പെട്ടെന്നൊരു ദിവസം സ്നാപ്ഡ്രാഗൺ വന്നിട്ട് പറയുകയാണ് 2 മില്യൺ അല്ല, ഇനി 3 മില്യൺ ആണ് സ്കോർ എന്ന്. അതാണ് സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് എന്ന് പറയുന്നത്. പവർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയിപ്പോയി. ഒറയൻ ക്ലാസ്സിൽ, അതായത് സ്നാപ്ഡ്രാഗൺ ലാപ്ടോപ്പുകൾക്കൊക്കെ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള എക്സ് എലീറ്റിന്റെ അതേ ക്ലാസ് തന്നെയാണ് ഈ ഒരു പ്രോസസ്സറും. അതായത് ലാപ്ടോപ്പ് ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു CPU പിടിച്ച് നമ്മുടെ മൊബൈലിലേക്കൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ഏത് ലെവലിലേക്ക് പോകുന്നു. എന്താ പുതിയ ചിപ്സെറ്റ് ആണ് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. AAA ടൈറ്റിൽസ് കളിക്കാം. ഇതിനകത്ത് ലൈവ് ക്യാമറയിൽ തന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ ലൈറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ലൈറ്റിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. വീഡിയോ എടുത്തതിന് ശേഷം വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ. ആപ്പിളിന് ഇനി എന്തായാലും ഇന്നോവേഷൻസ് കൊണ്ടുവന്നില്ല എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട കേട്ടോ. അവർ തന്നെ പേടിച്ചിട്ട് ഇന്നോവേഷൻസ് കൊണ്ടുവരും. കേട്ടോ.